pressure in terms of meters of oil of specific gravity 0.9 equivalent to 4.5 meters of water. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.9 ആണ്. അങ്ങനെയാണെങ്കിൽ 4.5 മീറ്റർ വാട്ടർ ഹെഡിന്റെ ഈക്വൽ ആയിട്ടുള്ള പ്രഷർ ഈ ഓയിലിന്റെ ടേംസിൽ എത്രയായിരിക്കും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, അതെ, നമുക്കറിയാം ഇവിടെ സ്റ്റാറ്റിക് പ്രഷർ എത്രയായിരിക്കും? വാട്ടറിന്റെ ടേംസിൽ സ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വാട്ടറിന്റെ 1000 ഇൻറ്റു 9.81 ഇൻറ്റു 4.5 എന്നുണ്ട്. 4.5 ഇത്രയായിരിക്കും എന്ത് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ എന്തായി? ഓയിലിന്റെ ഡെൻസിറ്റി ആയി. അത് ഇൻറ്റു ജി 9.81 ഇൻറ്റു എച്ച് ഹൈറ്റ് ഓഫ് ഓയിൽ കോളം. ഓക്കെ, അപ്പൊ ഈ ഓയിൽ കോളത്തിന്റെ ഹൈറ്റിന്റെ ടേംസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 1000. നമുക്ക് ഈ 9.81 1000 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4.5 ഡിവൈഡഡ് ബൈ 0.9 എന്ന് കിട്ടും. അത് ഡയറക്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. 4.5 ഡിവൈഡ് ബൈ 0.9. അപ്പോൾ ഓപ്ഷൻ ബി 5 മീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 5 മീറ്റർ. വാട്ടറിന്റെ ടേംസിൽ ചെയ്യുമ്പോൾ 1000 അതുപോലെ ജിയും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് നേരെ എച്ച് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഓയിലിന്റെ ടേംസിൽ അല്ലെങ്കിൽ മറ്റൊരു മാനോമെട്രിക് ലിക്വിഡിന്റെ ഹൈറ്റിന്റെ ടേംസിലുള്ള വാല്യൂ കിട്ടും. ആൻസർ മാനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രഷർ. ഓക്കെ, മാനോമീറ്ററിൽ സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രഷർ മെഷർമെന്റിനുള്ളതാണ് സിമ്പിൾ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ളതാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സിമ്പിൾ മാനോമീറ്റേഴ്സിൽ പെടുന്നതാണ് പീസോമീറ്റർ, U2 മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ വരുന്നതാണ് എന്ത്? U2 ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അതുപോലെ ഇൻവേർട്ടഡ് U2 മാനോമീറ്റർ, പിന്നെ ഇൻവേർട്ടഡ് U2 മാനോമീറ്റർ. ഇതൊക്കെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ വരുന്നതാണ്. ഇനി പ്രഷർ മെഷർമെന്റ് ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഗേജസിൽ വരുന്നതാണ് ഡയഫ്രം പ്രഷർ ഗേജ്, ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്, ഡെഡ് വൈറ്റ് പ്രഷർ ഗേജ്, ബെല്ലോ പ്രഷർ ഗേജ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഷർ മെഷർമെന്റ് ഡിവൈസുകൾ. അടുത്തത് നമ്മളിപ്പോൾ ചെയ്ത സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. പ്രഷർ ഇൻ മീറ്റർ ഓഫ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.85 ഈക്വലന്റ് ടു 42.5 മീറ്റർ ഓഫ് വാട്ടർ. നമ്മൾ ഈ പറഞ്ഞ അതേ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി 50 മീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 50 മീറ്റർ. ഇനി ടു മെഷർ സ്റ്റാറ്റിക് പ്രഷർ ഇൻ എ പൈപ്പ് വൺ യൂസസ് എ പ്രഷർ ഗേജ് കണക്റ്റഡ് ടു. സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോ റേറ്റ് ആണ്, പിറ്റോട്യൂബ് വെലോസിറ്റി ആണ്, പീസോമീറ്റർ ടാപ്പിംഗ് ആണ് എന്ത് പ്രഷർ മെഷർ ചെയ്യാനുള്ളത്, ഓറിഫൈങ് മീറ്റർ എന്താണ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ളതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി പീസോമീറ്റർ ടാപ്പിംഗ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി വെഞ്ചറിമീറ്ററിന്റെ കേസിൽ, വെഞ്ചറിമീറ്റർ പറയുമ്പോൾ നമുക്കറിയാം വെഞ്ചറിമീറ്ററിന്റെ കേസിൽ നമുക്ക് വെഞ്ചറിമീറ്ററിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് അതിനൊരു കൺവേർജിങ് പാർട്ട് ഉണ്ടാവും, ഒരു ഡൈവേർജിങ് പാർട്ട് ഉണ്ടാവും, ഒരു ത്രോട്ട് ഏരിയ ഉണ്ടാവും. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ഫ്ലോ റേറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഈ വെഞ്ചറിമീറ്ററിന്റെ കേസിൽ കൺവേർജിങ് പാർട്ടിന്റെ ആംഗിൾ ഓഫ് കൺവേർജന്റ് 14 ഡിഗ്രി ടു 20 ഡിഗ്രി ആയിരിക്കും. 14 ഡിഗ്രി ടു 20 ഡിഗ്രി ആയിരിക്കും. ത്രോട്ട് ഏരിയ എന്ന് പറയുന്നത് 1.3 ടു 1.2 ആയിരിക്കും അതിന്റെ റേഞ്ച്. ത്രോട്ട് ഏരിയ റേഷ്യോ വേരി ചെയ്യുന്ന റേഞ്ച്, അതായത് ത്രോട്ടിന്റെ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഇൻലെറ്റ് ഡയമീറ്റർ, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.3 ടു 1.2
2 ആയിരിക്കും. ഇനി ഡൈവേർജിംഗ് പാർട്ടിന്റെ ആംഗിൾ 5 ഡിഗ്രി ടു 7 ഡിഗ്രി ആയിരിക്കും. സാധാരണ ഗതിയിൽ 7 ഡിഗ്രിനേക്കാൾ കൂടുതൽ ഉണ്ടാവാറില്ല. കാരണം ഫ്ലോ സെപ്പറേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും 7 ഡിഗ്രിനേക്കാൾ താഴെയായിരിക്കും ഡൈവേർജിംഗ് പാർട്ടിന്റെ ആംഗിൾ ഓഫ് ഡൈവേർജൻസ്. അതുപോലെ വെഞ്ചറിമീറ്ററിന്റെ കേസിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.96 ടു 0.98 വരെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ റേഷ്യോനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓറിഫൈസ് മീറ്ററിന്റെ കേസിൽ നമുക്കറിയാം ഓറിഫൈസ് മീറ്റർ എന്താണ്? ഫ്ലോ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ്. വെഞ്ചറിമീറ്ററിന്റെ സിമിലർ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഓറിഫൈസ് മീറ്ററിനും. ഓറിഫൈസ് മീറ്ററിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.64 ടു 0.76 ആണ്. 0.64 ടു 0.76. പിറ്റിയോ ട്യൂബ് നമ്മുടെ വെലോസിറ്റി മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് പിറ്റിയോ ട്യൂബ്. അവിടെ കോഎഫിഷ്യന്റ് ഓഫ് അവിടെ അതിന്റെ വെലോസിറ്റിയുടെ റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെ റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. 0.98 ടു 1, 0.98 ടു 1 ആണ് പിറ്റിയോ ട്യൂബിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെ റേഞ്ച്. ഇത് നമ്മൾ ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ആ സമയത്ത് ഇത് ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത സെന്റർ ഓഫ് പ്രഷർ ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ്, സെന്റർ ഓഫ് പ്രഷർ ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് അറ്റ് സെൻട്രോയിഡ്, എബോവ് സെൻട്രോയിഡ്, ബിലോ ദ സെൻട്രോയിഡ്, അറ്റ് മെറ്റാസെൻട്രോയിഡ്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിൽ സെന്റർ ഓഫ് പ്രഷർ എവിടെയായിരിക്കും? ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിൽ സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ്, അതെ, ബിലോ സെൻട്രോയിഡ് ആയിരുന്നു. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ബാർ ഇൻറ്റു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ അല്ലെ, സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എക്സ് ബാർ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസിൽ എപ്പോഴും ഇവിടെ ഈ ഒരു വാല്യൂം കൂടെ, ഈ റൈറ്റ് സൈഡിലുള്ള പ്ലസ് കഴിഞ്ഞിട്ടുള്ള വാല്യൂം കൂടെ വരുന്നതുകൊണ്ട് അതെന്തായിരിക്കും? എപ്പോഴും സെൻട്രോയിഡിലേക്കുള്ള ഹൈറ്റിനേക്കാൾ കൂടുതലായിരിക്കും സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഹൈറ്റ്. അപ്പോൾ സെൻട്രോയിഡിന് താഴെയായിരിക്കും സെന്റർ ഓഫ് പ്രഷർ വരുന്നത്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ എന്തായിരിക്കും? അതിനേക്കാൾ താഴെയായിരിക്കും സെന്റർ ഓഫ് പ്രഷറിന്റെ പ്ലേസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, ബിലോ ദ സെൻട്രോയിഡ്. വെർട്ടിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ നോക്കുക, വെർട്ടിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ വരുന്നത്? എച്ച് ബാർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷറിൽ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ഐ ജി ഡിവൈഡഡ് ബൈ എ എക്സ് ബാർ അല്ലെ, ഐ ജി ഡിവൈഡ് ബൈ എ എക്സ് ബാർ. അപ്പോഴെന്താണ്? അവിടെയും റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ടേം ഇല്ലേ, ഐ ജി ഡിവൈഡ് ബൈ എ എക്സ് ബാർ, അത്രയും ഡിസ്റ്റൻസ് കൂടെ വരൂല്ലേ? അപ്പോഴും താഴോട്ടേക്ക് തന്നെയല്ലേ വരുക? ക്ലിയർ ആണോ? ശരി. ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ കേസിലാണെങ്കിൽ സെന്റർ ഓഫ് പ്രഷറും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ സെയിം ഡെപ്തിലായിരിക്കും. The pressure intensity is same in all direction at a point in a fluid. Only when fluid is frictionless and incompressible, only when fluid is frictionless and is at rest, only when fluid is frictionless, when there is no relative motion of one fluid layer relative to other. Pressure intensity റെസ്റ്റിലാണ്. അത് നമ്മൾ പാസ്കൽസ് ലോ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ, റെസ്റ്റിലാണെന്നുള്ള കേസ്. അതായത് പ്രഷർ ഇന്റൻസിറ്റി എല്ലാ ഡയറക്ഷനിലും, ഒരു ഫ്ലൂയിഡിൽ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആണെന്ന്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കുക. ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഷിയർ സ്ട്രെസ് 0 ആവുന്ന കണ്ടീഷനിൽ പ്രഷർ ഇന്റൻസിറ്റി എന്തായിരിക്കും? 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ കേസിൽ നോ റിലേറ്റീവ് മോഷൻ ഓഫ് വൺ ഫ്ലൂയിഡ് ലെവർ റിലേറ്റീവ് ടു അതർ. റിലേറ്റീവ് മോഷൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ രണ്ട് ലെയറുകൾക്കിടയിലുള്ള വെലോസിറ്റി എന്താണ്? സെയിം ആണ്. അവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dv by dy is equal to 0 ആണെന്ന് പറയും. വെലോസിറ്റി ഗ്രേഡിയന്റ് 0,
വെലോസിറ്റി സെയിം ആയതുകൊണ്ട്, റിലേറ്റീവ് മോഷൻ ഇല്ലാത്തതുകൊണ്ട് dv/dy is equal to 0. അപ്പോൾ നമുക്കവിടെ ഷിയർ സ്ട്രെസ് 0 ആണെന്ന് പറയാം. അതായത് യൂണിഫോം ഫ്ലോന്റെ കേസിൽ ഒരു ഫ്ലൂയിഡ് യൂണിഫോം ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, റിലേറ്റീവ് മോഷൻ 0 ആയിരിക്കും, അവിടെ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ആ കണ്ടീഷനിൽ നമുക്ക് പ്രഷർ ഇന്റൻസിറ്റി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൻസർ അതായത് പാസ്കൽസ് ലോ വാലിഡ് ആണ്. ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ പാസ്കൽസ് ലോ വാലിഡ് ആണ്. അവിടെ എന്തല്ല, അവിടെ പ്രഷർ ഇന്റൻസിറ്റി എല്ലാ ഡയറക്ഷനിലും സെയിം ആണ്. പക്ഷെ വെലോസിറ്റി ഗ്രേഡിയന്റ് 0 ആവുന്ന കണ്ടീഷനിലും ഇതെന്താണ്, വാലിഡ് ആണ്. ഈ കണ്ടീഷൻ വാലിഡ് ആണ്. അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയുടെ കേസിലും ഈ കണ്ടീഷൻ വാലിഡ് ആണ്. അതുകൊണ്ട് ആൻസർ വരുക ഓപ്ഷൻ ഡി ആണ്. When there is no relative motion of one fluid layer relative to other. അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെയും എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ഓക്കെ, അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിത്ത് റൈസിംഗ് ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസസ്. അതായത് നമ്മുടെ ഗ്രൗണ്ടിന് മുകളിലേക്ക് പോകുന്നതനുസരിച്ചിട്ട്, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള റൈസ് എങ്ങനെയായിരിക്കും, അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഫസ്റ്റ് സ്ലോ ദെൻ സ്റ്റീപ്ലി എന്നാണ്. അതായത് നമ്മുടെ എർത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് ഇനീഷ്യലി പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് ഗ്രാജുവലി ആയിരിക്കും. അതായത് ഒരു ട്രോപ്പോസ്ഫിയർ റീജിയൻ ഒരു 11-12 കിലോമീറ്റർ ഹൈറ്റ് വരെ ഗ്രാജുവലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്റ്റീപ്ലി അല്ലെങ്കിൽ വളരെ റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യും, സ്റ്റീപ്ലി ഡിക്രീസ് ചെയ്യും. നമുക്കറിയാലോ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അങ്ങനെയല്ലേ. അതിൽ ഈ ട്രോപ്പോസ്ഫിയർ റീജിയനിൽ സാധാരണഗതിയിൽ ഗ്രാജുവലി ആയിട്ടായിരിക്കും പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ മുതൽ മുകളിലേക്ക് എന്തായിരിക്കും, സ്റ്റീപ്ലി ആയിരിക്കും, ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷറിൽ ഉണ്ടാകുന്ന ഡിക്രീസ്. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് പ്രഷർ സ്റ്റീപ്ലി ഡിക്രീസ് ചെയ്യും. ഇപ്പൊ ആൻസർ ഓപ്ഷൻ ബി ഫസ്റ്റ് സ്ലോ ദെൻ സ്റ്റീപ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെ തന്നെ പറയണം. ബാരോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അവിടെ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ് ഉണ്ടാവുക. നമ്മുടെ മാനോമെട്രിക് ലിക്വിഡിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് മെർക്കുറി റിസർവോയറിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബാണ് ഈ ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്ന പ്രഷറിനനുസരിച്ചിട്ട് ഇതിലുണ്ടാകുന്ന ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത alcohol is used in manometer because ഇത് പറയുമ്പോൾ ആൽക്കഹോൾ മാനോമീറ്ററിൽ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ മാനോമെട്രിക് ലിക്വിഡിന്റെ പ്രോപ്പർട്ടീസ് ഓർത്ത് വെച്ചാൽ മതി. ഒരു മാനോമെട്രിക് ലിക്വിഡിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കണം. വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബോയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ വേപ്പറൈസേഷനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കും. പിന്നെ ഇതിന്റെ ഈ മാനോമെട്രിക് ലിക്വിഡ് ഉണ്ടാക്കുന്ന മിനിസ്കസ് എന്തായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മിനിസ്കസ് ആയിരിക്കണം. ഇൻക്ലൈൻഡ് ട്യൂബില് ഉണ്ടാക്കുന്ന മിനിസ്കസ് എന്തായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മിനിസ്കസ് ആയിരിക്കണം. ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി സാധാരണഗതിയിൽ ഡെൻസിറ്റി എന്തായിരിക്കണം, മാനോമെട്രിക് ലിക്വിഡിന്റെ ഡെൻസിറ്റി ലെസ് ആയിരിക്കണം. കുറഞ്ഞ ഡെൻസിറ്റിയുള്ള ലിക്വിഡാണ് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ പ്രഷർ ഡിഫറൻസിന് കൂടുതൽ ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം. പ്രഷർ ഡിഫറൻസ് ഹൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ കൂടുതൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാകണം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനോമെട്രിക് ലിക്വിഡിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ലോ വേപ്പർ പ്രഷർ ആയിരിക്കണം. പിന്നെ ഈ മിനിസ്കസിന്റെ ഇന്റർഫേസ് എന്തായിരിക്കണം, പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നത്, നല്ല അപ്പിയറൻസ് ഉള്ള, പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ലോ സർഫസ് ടെൻഷൻ ആയിരിക്കണം. സർഫസ് ടെൻഷൻ ലോ ആയിരിക്കണം എന്ന്
പറയാൻ കാരണം കാപ്പിലറി റൈസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാപ്പിലറി റൈസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ലോ സർഫസ് ടെൻഷൻ ആയിരിക്കണം. പിന്നെ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ആവാൻ പാടില്ല. അതുപോലെ എന്തായിരിക്കണം, ലോ ഡെൻസിറ്റി ആയിരിക്കണം. ലോ ഡെൻസിറ്റി ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ ആൽക്കഹോൾ ലോ ഡെൻസിറ്റി ഫ്ലൂയിഡ് ആണ്, ലോ വേപ്പർ പ്രഷറുള്ള ഫ്ലൂയിഡ് ആണ്. അതുപോലെ വിസിബിൾ മിനിസ്കസ് ഉള്ള, വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള മിനിസ്കസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ആൽക്കഹോൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ 4 ഓപ്ഷനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യനിൽ ഈ 4 ഓപ്ഷൻ എന്താണ്, സ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ പ്രഷർ ഓൺ സർഫസ് ഓഫ് എ വെർട്ടിക്കൽ sluice gate 2 meter into 1 meter with its top 2 meter surface being 0.5 meter below the water level will be. നമ്മളോട് തന്നിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ സ്ലൂയിസ് ഗേറ്റ് ഉണ്ട്, അത് വാട്ടർ ലെവലിന് താഴെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്, 2 into 1 ആണ് ഡയമെൻഷൻ. ഈ ഗേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ നിന്ന് എത്രയാണ്, ടോപ്പിൽ നിന്ന് 0.5 മീറ്റർ, അതായത് സർഫസിൽ നിന്ന് 0.5 മീറ്റർ താഴെയായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ, ഈ വെർട്ടിക്കൽ ഗേറ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ്, റോ ജി എ എക്സ് ബാർ. റോ ജി എ എക്സ് ബാർ. ഇവിടെ നമുക്ക് ആകെ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഈ എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നുണ്ട് ടോപ്പ് 2 മീറ്റർ സർഫസ് ആണ്. ഈ പ്ലേറ്റിന്റെ 2 മീറ്റർ സർഫസ് 0.5 മീറ്റർ ബിലോ വാട്ടർ ലെവൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി ഉള്ള സർഫസിന്റെ ലെങ്ത് എത്രയായിരിക്കും, 1 മീറ്റർ ആയിരിക്കും. വെർട്ടിക്കലി ഉള്ള സർഫസിന്റെ ലെങ്ത് 1 മീറ്റർ ആയിരിക്കും. കൂടാതെ എന്താണ്, ഈ പ്ലേറ്റ് വാട്ടറിന്റെ സർഫസിൽ നിന്ന് 0.5 മീറ്റർ താഴെയാണ്. അപ്പോൾ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും, സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി ഈ പ്ലേറ്റിന്റെ പകുതിയിലായിരിക്കും അല്ലെ. അപ്പൊ 0.5 മീറ്റർ ഡെപ്തിലായിരിക്കും സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. അതുകൂടാതെ 0.5 മീറ്റർ വാട്ടർ സർഫസിൽ നിന്ന് താഴേക്കുണ്ട്. അപ്പോൾ ടോട്ടൽ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഹൈ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0.5 മീറ്റർ ഇൻറ്റു 0.5 മീറ്റർ, 1 മീറ്റർ ആയിരിക്കും ഡെപ്ത്. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാലോ. 1000 into 9.81 into area 2 into 1. ആൻസർ 19620 ന്യൂട്ടൺ എന്ന് വരും. 19620 ന്യൂട്ടൺ. ഇവിടെ തന്നിരിക്കുന്നത് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ, അതായത് ഫോഴ്സ് ന്യൂട്ടണിൽ വരുമ്പോൾ 1.9620 കിട്ടും. നമ്മുടെ ഓപ്ഷൻ കിലോഗ്രാമിലാണുള്ളത്, അതുകൊണ്ട് അതിന് ജസ്റ്റ് 9.81 ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ശരിക്കും മാസ് ആണ്. 2000 കിലോഗ്രാം എന്ന് വരും. 2000 കിലോഗ്രാം എന്ന് വരും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2000 കിലോഗ്രാം. 19th ആണ്. ഓക്കെ, ഇതല്ലേ, ഒരു മിനിറ്റ്. ഇപ്പം മാറും, അത് ചെറിയൊരു ഡിലേ ഉണ്ട്, അതുകൊണ്ട്. ബിക്കോസ് അതെ മെർക്കുറി മാനോമീറ്റർ ഉണ്ടല്ലോ, ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ഒക്കെ മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, മെർക്കുറി യൂസ് ചെയ്യുന്ന ഡെൻസിറ്റി കുറവായതുകൊണ്ടല്ലോ, അതുകൊണ്ടാണ് മെർക്കുറി ഹൈ പ്രഷറിൽ മാത്രമാണ് നമുക്ക് എന്ത് ഉള്ളൂ, സ്യൂട്ടബിൾ ആവുള്ളൂ. ലാർജ് പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് സ്യൂട്ടബിൾ ആവുള്ളൂ, മെർക്കുറി മാനോമീറ്റർ സ്യൂട്ടബിൾ ആവുള്ളൂ. കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. അതായത് ഡിസൈറബിൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആൽക്കഹോൾ യൂസേജ് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നതിൽ ലോ വേപ്പർ പ്രഷർ, ആൽക്കഹോളിന്റെ വേപ്പർ പ്രഷർ ലോ ആണ്. അതുപോലെ ഇംഗ്ലണ്ട് അവിടെ ആൽക്കഹോൾ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയർലി വിസിബിൾ ആയിട്ടുള്ള മിനിസ്കസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡെൻസിറ്റി ഈസ് ലെസ് ഓഫ്
ആൽക്കഹോൾ മെർക്കുറി കൺസിഡർ ചെയ്യുന്ന ഡെൻസിറ്റി കൂടുതലായ മെർക്കുറി കൺസിഡർ ചെയ്യുന്നത് നമുക്ക് ഡെൻസിറ്റി കൂടുതലായാണ് മെർക്കുറി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഹൈ പ്രഷർ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ കേസിൽ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവും, ഈ സി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ഡെൻസിറ്റി ഈസ് ലെസ്സർ. അല്ല, വേപ്പർ പ്രഷർ എപ്പോഴും നമ്മുടെ മാനമാറ്റിക് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എപ്പോഴും എന്തായിരിക്കണം? കുറവായിരിക്കണം. വേപ്പർ പ്രഷർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കണം. അതാണ് നമ്മുടെ അതെ. കോമൺ ഇല്ല, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ആൽക്കഹോൾ മാനമാറ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ തീർച്ചയായും അത് ചെറിയ പ്രഷർ ഡിഫറൻസ് ലോങ്ങർ കോളം അത് പ്രൊവൈഡ് ചെയ്യും, ഡെൻസിറ്റി കുറവായതുകൊണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട് അവിടെ. പിന്നെ പക്ഷേങ്കിൽ ഇതും അതിൻ്റെ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഫാക്ടർ ആണല്ലോ. ഞാൻ ഒന്നും കൂടി ചെയ്യാം, ഒന്നും കൂടെ ഇതിന്റെ ആൻസറിൽ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, കേൾക്കാം. അതെ, ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെ, അപ്പോ അല്ല, ഇപ്പൊ ചോദിച്ചത് ഈ കൂടുതൽ ഇപ്പം ഈ 4 ആൻസർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 4th അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രഷർ ഡിഫറൻസിന് ലോങ്ങർ ലെങ്ത് ഉള്ള കോളം പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഞാൻ പറയാം. ഓക്കെ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണോ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഞാൻ ആൻസർ കണ്ടപ്പോൾ ഈ 4 സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് കണ്ടത്, നോക്കിയിട്ട് പറയാം.